ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 46 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 47ാമത്തെ ദശകമാണ്. 46ാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ചെറിയൊരു ജലദോഷത്തിൻ്റെയും തൊണ്ട കുറച്ച് സ്ട്രെയിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സാവകാശമാണെന്ന് ചൊല്ലുക. അപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ 47ാമത്തെ ദശകം എന്ന് പറയുന്നത് യശോദാമ്മ കണ്ണനെ ഉരലിൽ കെട്ടിയിടുന്ന കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ആ കഥയാണ് 47ാമത്തെ ദശകത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അപ്പോൾ 47ാമത്തെ ദശകത്തിൻ്റെ വൃത്തം രഥോദധ എന്ന വൃത്തമാണ്. അതിലാകെ 10 ശ്ലോകങ്ങളാണുള്ളത്. ആ 10 ശ്ലോകങ്ങളും ഇതേ വൃത്തത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചൊല്ലി തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഏകതാ ദദി വിമാതകാരിണീം മാതരം സമുപസേതിവാൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയന്നംഗമേത്യ പപിവാൻ പയോദരൗ. ഒന്നുകൂടി ചൊല്ലാം. ഏകതാ ദദി വിമാതകാരിണീം മാതരം സമുപസേതിവാൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയന്നംഗമേത്യ പപിവാൻ പയോദരൗ. ഒരിക്കൽ യശോദാമ്മ ഇങ്ങനെ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വീട് ജോലികളിൽ ഇങ്ങനെ വ്യാപൃതയായി ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ചെന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ഉണ്ണിക്കണ്ണന് മുലപ്പാൽ കുടിക്കാനുള്ള ആഗ്രഹമാണ്, അതിയായിട്ടുള്ള ആസക്തിയാണെന്നാണ് ഇതിൽ പറയുന്നത് ഭട്ടതിരിപ്പാട്. അപ്പോൾ അത് ഭഗവാന്റെ ഒരു കുസൃതിയാണ്. അമ്മയെ പണി ചെയ്യുന്നതിൽ നിന്നും ആ പണിയിൽ നിന്നും അമ്മയെ തടസ്സപ്പെടുത്തുക, ആ പണി ചെയ്യുന്നതിൽ നിന്നും അമ്മയെ തടസ്സപ്പെടുത്തുക, അങ്ങനെ കുറുമ്പ് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഭഗവാൻ ഇങ്ങനെ യശോദാമ്മയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ടോ മടിയിൽ കയറി ഇരുന്നിട്ട്, തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ, അതിൻ്റെ ഇടയിൽ അമ്മയുടെ മടിയിൽ കയറി ഇരുന്ന് ആ സ്ഥലങ്ങളെടുത്ത് പാല് കുടിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് നമ്മൾ പറഞ്ഞല്ലോ, കുറച്ച് നടക്കാനും ഓടാനൊക്കെ തുടങ്ങി. ആ പ്രായത്തിലും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണനെയാണ് ഭട്ടതിരിപ്പാട് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഒന്നാമത്തെ ദശകത്തിൽ മനസ്സിലാക്കാൻ. തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന യശോദാമ്മയുടെ അടുത്ത് ചെന്ന് ഉണ്ണിക്കണ്ണൻ മുലപ്പാൽ കുടിക്കാനുള്ള ആസക്തി പ്രകടമാക്കി. എന്നിട്ട് അമ്മയുടെ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കാതെ അമ്മയുടെ മടിയിൽ കയറിയിരുന്ന്, യശോദാമ്മയുടെ മടിയിൽ കയറിയിരുന്ന് സ്ഥലങ്ങൾ എടുത്ത് പാല് കുടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം. അർദ്ധപീതകുചകുട്മളേ ത്വയി സ്നിഗ്ധഹാസമധുരാനനാംബുജേ ദുഗ്ധമീശദഹനേ പരിശ്രുതം ദർത്തുമാശു ജനനീ ജഗാമതേ. ഒന്നുകൂടി ചൊല്ലാം. അർദ്ധപീതകുചകുട്മളേ ത്വയി സ്നിഗ്ധഹാസമധുരാനനാംബുജേ ദുഗ്ധമീശദഹനേ പരിശ്രുതം ദർത്തുമാശു ജനനീ ജഗാമതേ. രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ കണ്ണൻ യശോദാമ്മയുടെ മടിയിലിരുന്ന് പാല് കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നുണ്ട്, മനോഹരമായി പുഞ്ചിരിച്ചു കൊണ്ടാണ് ആ പാലിങ്ങനെ ആസ്വദിച്ച് കുടിക്കുകയാണ് കണ്ണൻ. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്നറിയുമ്പോൾ, അടുപ്പിൽ പാലിൻ്റെ പാത്രം വെച്ചിട്ടാണ് യശോദാമ്മ തൈര് കടയാനായിട്ട് വന്നിരുന്നത്. അപ്പോൾ ആ പാല് തിളച്ചു പോകുമോ എന്നുള്ള ആദി കൊണ്ട് കണ്ണനെ പാല് കുടിച്ച് മുഴുമിപ്പിക്കാനുള്ള അവസരം കൊടുക്കാതെ കണ്ണനെ താഴെ ഇറക്കിയിട്ട് ഓടി അടുക്കളയിലേക്ക് പോയി. അത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. അവർ പാല് കുടിച്ചിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൻ മുലപ്പാലിങ്ങനെ കുടിച്ച് ആസ്വദിച്ചിങ്ങനെ കിടക്കുകയാണ്. നല്ലൊരു ചിരിയൊക്കെ ചിരിച്ച് ആസ്വദിച്ചിരിക്കുകയാണ്. അമ്മയുടെ അടുത്ത് വന്ന് ഇങ്ങനെ കൊഞ്ചി ഓമനിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതിനെ ഭംഗപ്പെടുത്തിക്കൊണ്ടാണ് യശോദാമ്മ അടുക്കളയിൽ പാത്രത്തിൽ പാല് വെച്ചിട്ടുണ്ട്, അത് തിളച്ച് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓടിയത്. നമ്മളും ചെയ്യാറുണ്ടല്ലേ, പാൽ അടുപ്പത്ത് വെച്ച് വേറെ എന്തെങ്കിലും ജോലികളിൽ പോവും, പിന്നെ അതവിടെ ഇട്ടിട്ട് പാല്
തിളച്ചു പോയോ നോക്കാൻ വേണ്ടി ഓടും. അപ്പോൾ അതേപോലെ തന്നെ യശോദാമ്മ ഓടി. പക്ഷെ അത് കണ്ണന് അത്ര ഇഷ്ടമായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ശ്ലോകത്തിൽ കണ്ണൻ യശോദാമ്മയുടെ മടിയിലിരുന്ന് ആസ്വദിച്ച് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മുഴുമിപ്പിക്കാതെ യശോദാമ്മ അടുക്കളയിലെ അടുപ്പിൽ വെച്ച പാല് തിളച്ചു പോകുമോ എന്ന ആദി കൊണ്ട് കണ്ണനെ പാല് കുടിക്കുന്നത് മുഴുമിക്കാൻ സമ്മതിക്കാതെ താഴെ ഇരുത്തി, മടിയിൽ നിന്നും ഇറക്കി താഴെ ഇരുത്തി അടുക്കളയിലേക്ക് ഓടി എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. സാമീപീതരസഭംഗസംഗത ക്രോധഭാരപരിഭൂതചേതസാ മന്ദദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവദധിഭാജനം ത്വയാ. ഒന്നുകൂടി ചൊല്ലാം. സാമീപീതരസഭംഗസംഗത ക്രോധഭാരപരിഭൂതചേതസാ മന്ദദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവദധിഭാജനം ത്വയാ. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ കണ്ണൻ പാല് കുടിച്ച് അതിൻ്റെ ആ ഒരു രസത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനാണ് ഭംഗം വന്നത്. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ദേഷ്യം വരുമല്ലേ? അതുപോലെ തന്നെ കണ്ണനും കോപാധിക്യം കൊണ്ട് ഇങ്ങനെ തിളച്ചു കണ്ണൻ്റെ മനസ്സ്. അമ്മ എന്നാലും എന്നെ പകുതി വെച്ച് എന്നെ പാല് കുടിക്കാൻ മുഴുമിക്കാൻ സമ്മതിക്കാതെ പോയല്ലോ, ആ രസത്തിന് ഭംഗം വന്നുവല്ലോ. അപ്പോൾ ദേഷ്യം വന്നു. അപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ എന്താ ചെയ്യുക? കയ്യിൽ കിട്ടുന്നത് എടുത്തെറിയും അല്ലേ? ഓരോരുത്തരുടെ വികൃതി ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ കണ്ണൻ എന്താണ് ചെയ്തതെന്നറിയോ? അവിടെ ഇങ്ങനെ തൈര് കടമാണല്ലോ ഇരിക്കണ്ടായിരുന്നത്. അത് കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ യശോദാമ്മ. ആ കടകോലെടുത്തിട്ട് ആ തൈരിൻ്റെ കുടം അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. നോക്കിയ വികൃതി. അപ്പോൾ അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. പാല് കുടിച്ചതിൻ്റെ രസം പകുതി വെച്ച് മുറിഞ്ഞു പോയപ്പോൾ കണ്ണന് കലശലായിട്ടുള്ള ദേഷ്യം വന്നു. ആ ദേഷ്യം കണ്ണൻ പ്രകടിപ്പിച്ചത് അവിടെ യശോദാമ്മ കടഞ്ഞുകൊണ്ടിരുന്ന തൈർക്കുടം അതിലെ കടകോലെടുത്ത് ഉടച്ച് പൊട്ടിച്ചുകൊണ്ടാണ്. അത്രയേ ഉള്ളൂ. നമുക്കിനി നാലാമത്തെ ശ്ലോകം ചൊല്ലാം. ഉജ്ജലധ്വനിതമുച്ചകൈസ്തത സന്നിശമ്യ ജനനീ സമാദൃത ത്വദ്യശോ വിസരവദ്ദർശസ സദ്യയേവ ദധി വിസ്തൃതം ക്ഷിതൗ. ഒന്നുകൂടി ചൊല്ലാം. ഉജ്ജലധ്വനിതമുച്ചകൈസ്തത സന്നിശമ്യ ജനനീ സമാദൃത ത്വദ്യശോ വിസരവദ്ദർശസ സദ്യയേവ ദധി വിസ്തൃതം ക്ഷിതൗ. നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് യശോദാമ്മ അങ്ങനെ പാല് തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അടുക്കളയിലേക്ക് പോയത്. അപ്പോൾ അവിടെ പോയി ആ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പുറത്തു നിന്നും ഇങ്ങനെ തൈര് കുടം ഉടയുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഭയങ്കര ശബ്ദമായിട്ടാണ് കേട്ടത്. എന്താണാവോ ഇന്ന് ആദ്യം കൊണ്ട് തിരിച്ചോടി കണ്ണിൻ്റെ അടുത്തേക്ക് തന്നെ എത്തി. ശബ്ദം കേട്ട ദിശയിലേക്ക് തന്നെ എത്തി. അപ്പോൾ കാണുന്ന എന്താ? തൈര് മുഴുവൻ അവിടെ ആ ഭൂമിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ യശസ് പോലെ തൈര് അവിടെ വ്യാപിച്ച് കിടക്കുന്നു എന്ന്. ഭഗവാന്റെ യശസ് എവിടെയും വ്യാപിച്ച്, ഭഗവാന്റെ കീർത്തി ഈ ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്നതാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ തൈര് വ്യാപിച്ച് കിടക്കുകയാണെന്ന് കാവ്യാത്മകമായി ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നാലാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. തൈര് കുടം ഉടയുന്ന ശബ്ദം അകത്തു നിന്നും കേട്ട യശോദാമ്മ ആദി കൊണ്ട് ഓടിയെത്തി ശബ്ദം കേട്ടിട്ട്. അപ്പോൾ അവിടെ കാണുന്നത് തൈര് ഇങ്ങനെ ഭൂമിയിൽ മൊത്തം വ്യാപിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാന്റെ യശസ് പോലെ തന്നെ തൈര് അവിടെ മുഴുവനും ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നു എന്നുള്ളതാണ്. നമുക്കിനി അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം. വേദമാർഗപരിമാർഗിതം രുഷ ത്വാമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സന്ദദർശ സുകൃതിന്യുലൂകലേ ദീയമാനനവനീതമോദവേ. ഒന്നുകൂടി ചൊല്ലാം. വേദമാർഗപരിമാർഗിതം രുഷ ത്വാമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ
സന്ധദർശ സുകൃതിന്യുലൂകലെ ദീയമാന നവനീത മോദവേ. അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, ഇവിടെ ഭട്ടതിരിപ്പാട് പറയാണ്, വേദമാർഗത്തിലൂടെ മാത്രം കണ്ടെത്തുന്ന പരമാത്മ സ്വരൂപമായിട്ടുള്ള ഭഗവാനെ യശോദാമ്മ അന്വേഷിച്ച് നടന്നു എന്ന്. അതായത് ഋഷികളും വലിയ വലിയ ജ്ഞാനികളുമൊക്കെ ഭഗവാനെ കണ്ടെത്തുന്നത് വേദമാർഗത്തിലൂടെയാണ്. അങ്ങനെ മാത്രമാണ് ഭഗവാനിലേക്ക് അടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള സാക്ഷാൽ ജഗന്നാഥനെ യശോദാമ്മയ്ക്ക് തൻ്റെ പുത്രനായി, തൻ്റെ അടുത്ത് കുസൃതി കാണിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞായി, തൻ്റെ മുലപ്പാൽ ആസ്വദിച്ച് കുടിക്കുന്ന ഒരു വികൃതി കുട്ടിയായൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ യശോദാമ്മ എത്രത്തോളം പുണ്യവതിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെ വേദമാർഗത്തിലൂടെ മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന ഭഗവാനെ അങ്ങയെ യശോദാമ്മ അന്വേഷിച്ച് നടന്നു എന്ന്. എന്താണ് അവിടെ ഒപ്പിച്ചിട്ട് വന്നിരിക്കുന്നത്? തൈര് കുടം പൊട്ടിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എവിടെ കണ്ണൻ? ആ കുസൃതി കൊടുക്ക എവിടെ? അവനുള്ള ശിക്ഷ ഞാൻ എന്താ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യം വന്ന് കോപം പൂണ്ടാണ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത്. മക്കൾ കുറുമ്പ് കാണിക്കുമ്പോൾ അമ്മയ്ക്ക് തോന്നുന്ന സ്വാഭാവികമായിട്ടുള്ള ദേഷ്യം തന്നെയാണ് യശോദാമ്മയ്ക്കും തോന്നിയത്. അങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് കണ്ണൻ എവിടെയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ കണ്ണ് ഓടിച്ചപ്പോൾ ദൂരെ ഒരു സ്ഥലത്ത് കണ്ടു. എന്താ ചെയ്യണത് കണ്ണൻ? ഒരലിൻ്റെ മേലെ ഇരുന്നിട്ട് പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ കുറുമ്പ്, യശോദാമ്മ പാല് കൊടുക്കുന്നതിനിടയിൽ അടുക്കളയിൽ വെച്ച പാല് തൂവി പോകണ്ടെന്ന് കരുതി 1 മിനിറ്റ് താഴെ ഇരുത്തിയിട്ട് പോയതാണ്. ആ ദേഷ്യത്തിന്, ആ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന രസം മുറിഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ കടകോല് കൊണ്ട് തൈര് കലം അങ്ങ് പൊട്ടിച്ചു. അത്ര തൈരും നാശമായി, ഒപ്പം യശോദാമ്മയ്ക്ക് പണിയും ആയില്ലേ, ഇതൊക്കെ വൃത്തിയാക്കി എടുക്കുകയും വേണം. അപ്പം ഇങ്ങനെ കുറുമ്പ് കാണിക്കുന്ന കുട്ടി എവിടെയെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു യശോദാമ്മ. അപ്പോൾ കാണുന്നത് എന്താ? ഒരലിലിരുന്നിട്ട് പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. വേദമാർഗത്തിലൂടെ മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന പരമാത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ അങ്ങയെ ആ യശോദാമ്മ എല്ലാവിടെയും അന്വേഷിച്ച് നടന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ദൃഷ്ടി പായിച്ചപ്പോൾ ഉരുളിൻ്റെ മേലെ ഇരുന്ന് പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭഗവാനെ, ഉണ്ണിക്കണ്ണനെ യശോദാമ്മ കണ്ടു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം ചൊല്ലാം. ത്വാം പ്രഗൃഹ്യ ഭീതി ഭാവന ഭാസുരാനന സരോജമാശുസാ രോഷരൂഷിതമുഖീ സഖീ പുരോ ബന്ധനായ രശനാമുപാദതേ. ഒന്നുകൂടി ചൊല്ലാം. ത്വാം പ്രഗൃഹ്യ ഭീതി ഭാവന ഭാസുരാനന സരോജമാശുസാ രോഷരൂഷിതമുഖീ സഖീ പുരോ ബന്ധനായ രശനാമുപാദതേ. ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങനെ യശോദാമ്മ കണ്ണൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, ഭയം അഭിനയിക്കുന്ന മുഖത്തോടു കൂടി, മനോഹരമായിട്ടുള്ള മുഖത്തോടു കൂടി നിൽക്കുന്ന ഭഗവാനെ എന്ന്. അതായത് യശോദാമ്മ തൈര് കുടം ഉടച്ചതിന് ശിക്ഷിക്കാനാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുത്രന് അമ്മയ്ക്ക് കോപമുണ്ടായാൽ ഭയമുണ്ടാവണം അല്ലേ? അമ്മയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനുണ്ടാവേണ്ടുന്ന വികാരം എന്താണ്? ഭയം എന്നുള്ളതാണ്. പക്ഷേ ഈ സാക്ഷാൽ ജഗന്നാഥനെ എന്തിനെങ്കിലും ഭയക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഭയം അഭിനയിച്ച്. അപ്പോൾ ആ ഭയം അഭിനയിച്ചപ്പോൾ കണ്ണൻ്റെ മുഖത്തിന് കുറച്ചുകൂടി ഭംഗി കൂടി എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഭയം അഭിനയിക്കുന്ന സുന്ദരമായിട്ടുള്ള മുഖത്തോടു കൂടി യശോദാമ്മയെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു കണ്ണൻ. അപ്പോൾ യശോദാമ്മ എന്ത് ചെയ്തു എന്നോ, കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച്, തോഴിമാരുടെ മുമ്പിൽ വെച്ച് തന്നെ കണ്ണനെ ബന്ധിക്കാനായി, കെട്ടിയിടാനായി കയറെടുത്തു. ആ കഷ്ടം എന്നാണ് പറയണത്. അപ്പോൾ ആലോചിച്ച് നോക്കൂലേ, യശോദാമ്മയ്ക്ക് കണ്ണനെ ശിക്ഷിക്കാൻ ഈ ജഗന്നാഥനാണ്, ഈ ലോകത്തിൻ്റെ തന്നെ നാഥനാണ്. അങ്ങനെയുള്ള ഭഗവാനെ നമ്മളൊക്കെ ഒരു നോക്ക് കാണാൻ കൊതിച്ചിരിക്കുന്ന ആ ഭഗവാനെ ഇങ്ങനെ കുട്ടിയായി കയ്യിൽ കിട്ടുക, എന്നിട്ട് ആ കുഞ്ഞിനെ കെട്ടിയിടാൻ വേണ്ടി കയറെടുക്കുക. അതൊക്കെ യശോദാമ്മയ്ക്ക് ലഭിച്ച പുണ്യം അല്ലെങ്കിൽ ഭാഗ്യം, അല്ലാതെ എന്താണ് ഇതിന് പറയേണ്ടത് അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ ആറാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. യശോദാമ്മ കണ്ണനെ ശിക്ഷിക്കാനായി അടുത്തു വന്നു. അപ്പോൾ
മനോഹരമായിട്ടുള്ള ഭയം അഭിനയിക്കുന്ന മനോഹരമായിട്ടുള്ള മുഖം കൊണ്ട് ഇങ്ങനെ യശോദാമയെ തന്നെ ഇങ്ങനെ കണ്ണൻ നോക്കി നിന്നു. അപ്പോൾ തോഴിമാരുടെ മുമ്പിൽ വെച്ച് തന്നെ കണ്ണനെ ബന്ധിക്കാനായി യശോദാമ്മ കയറെടുത്തു എന്നാണ് പറയുന്നത്. അതാണ് ആ കീർത്തനത്തിലും പറയുന്നത്. എന്നത്തവം ചെയ്തനെ എന്നുള്ള കീർത്തനത്തിൽ പറയുന്നുണ്ടോ ഉണ്ടല്ലോ, ഉരലിൽ കെട്ടി വായ്പൊത്തി കെഞ്ച വൈത്തായ് കണ്ണനെ, ഉരലിൽ കെട്ടി വായ്പൊത്തി കെഞ്ച വൈത്തായ് തായേ എന്നത്തവം ചെയ്തനെ. അത് വളരെ കറക്റ്റാണ് അല്ലേ? എന്ത് തവമാണ് യശോദാമ്മ ചെയ്തത്. കണ്ണനെ ഇങ്ങനെ കയ്യിൽ കിട്ടാനും ഉരലിൽ കെട്ടി വായ്പൊത്തി ആ ഭഗവാനെ കെഞ്ചാൻ ആക്കി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം ചൊല്ലാം. ബന്ധുമിച്ഛതിയമേവ സജ്ജനസ്തംഭവന്ദമയി ബന്ധുമിച്ഛതി സാ നിയുജ്യരശനാഗുണാൻ ബഹൂൻ ദ്യങ്കുലോനമഖിലം കിലൈക്ഷത. ഒന്നുകൂടി ചൊല്ലാം. ബന്ധുമിച്ഛതിയമേവ സജ്ജനസ്തംഭവന്തമയി ബന്ധുമിച്ഛതി സാ നിയുജ്യരശനാഗുണാൻ ബഹൂൻ ദ്യങ്കുലോനമഖിലം കിലൈക്ഷത. 7ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത്, സജ്ജനങ്ങൾ ആരെയാണോ ബന്ധുവായി കിട്ടാൻ ആഗ്രഹിക്കുന്നത് അതേ ഭഗവാനെ തന്നെ, അല്ലയോ ഭഗവാൻ, ആ ഭഗവാനെ തന്നെ യശോദാമ്മ കയറ് കൊണ്ട് ബന്ധിക്കാൻ ഇച്ഛിക്കുന്നവളായി തീർന്നു എന്നാണ് പറയുന്നത്. അതായത് സജ്ജനങ്ങൾക്കൊക്കെയും ഭഗവാനെ ബന്ധുവായിട്ട് കിട്ടണം അല്ലേ? നമ്മുടെ ബന്ധുവായിട്ട് ഭഗവാനെ കിട്ടണം എന്നാണ് എല്ലാ സജ്ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങയെ ബന്ധിക്കുവാൻ ഇച്ഛിക്കുന്നവളായി തീർന്നു യശോദ. ബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവളായി തീർന്നു, കെട്ടിയിടാൻ ബന്ധനത്തിലാക്കുവാൻ ആഗ്രഹിക്കുന്നവളായി തീർന്നു യശോദാമ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ യശോദാമ്മ എന്ത് ചെയ്തു? കണ്ണനെ കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കയറ് കഷ്ണങ്ങൾ എടുത്ത് ഇങ്ങനെ കൂട്ടി കൂട്ടി കെട്ടി നോക്കി. എത്ര കയറിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് കൂട്ടി കെട്ടിയിട്ടും 2 അങ്കുലം കുറവായിട്ട് തന്നെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് ഭഗവാന്റെ മായയാണ് അല്ലേ? അപ്പോൾ യശോദാമ്മ കണ്ണനെ ബന്ധിക്കാൻ വേണ്ടി ഇങ്ങനെ ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ്. തൈര് കുടം ഉടച്ച് പൊട്ടിച്ചിട്ട് ഇവിടെ വന്ന് പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തോണ്ടിരിക്കുക. ഇപ്പം ശരിയാക്കി തരാൻ നിന്നെ എന്നൊക്കെ പറഞ്ഞ് കയറ് കൊണ്ട് ഇങ്ങനെ കെട്ടാൻ റെഡിയാക്കി, കയറ് കൊണ്ട് ഇങ്ങനെ കെട്ടാൻ ഒരുങ്ങി കുറേ കയറ് കഷ്ണങ്ങൾ എടുത്ത് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു. പക്ഷെ എത്ര യോജിപ്പിച്ചിട്ടും കയറ് 2 അങ്കുലം കുറവായി തന്നെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ 7ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. സജ്ജനങ്ങളൊക്കെ ബന്ധുവായി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഭഗവാനെ, അല്ലയോ ഭഗവാനെ, ആ ഭഗവാനെ തന്നെ ബന്ധിക്കുവാൻ ഇച്ഛിക്കുന്നവളായി തീർന്നു യശോദാമ്മ. അങ്ങനെ കണ്ണനെ ബന്ധിക്കാനായി കുറേ അധികം കയറ് കഷ്ണങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ടും 2 അങ്കുലം കുറവായി തന്നെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലാം. വിസ്മിതോത്സ്മിത സഖീജനേക്ഷിതാം സ്വിന്നസന്നവപുഷം നിരീക്ഷ്യതാം നിത്യമുക്തവപുരപ്യഹോ ഹരേ ബന്ധമേവ കൃപയാന്വമന്യത. ഒന്നുകൂടി ചൊല്ലാം. വിസ്മിതോത്സ്മിത സഖീജനേക്ഷിതാം സ്വിന്നസന്നവപുഷം നിരീക്ഷ്യതാം നിത്യമുക്തവപുരപ്യഹോ ഹരേ ബന്ധമേവ കൃപയാന്വമന്യത. 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് യശോദാമ്മ അങ്ങനെ ഗോകുലത്തിലുള്ള കയറ് മുഴുവനും കൊണ്ടുവന്ന് എത്ര ഏച്ച് കെട്ടിയിട്ടും പിന്നെയും 2 അങ്കുലം നീളം കുറവായി തന്നെ കാണപ്പെട്ടു. അപ്പോൾ ഇതിങ്ങനെ കണ്ട യശോദാമ്മ ഓടി നടന്ന് കയറെടുത്ത് കൊണ്ടുവരിക. ഇതൊക്കെ ചെയ്തത് എന്താ, ഈ 2 അങ്കുലം നീളം എന്താ പിന്നെയും കുറവ് കാണിക്കുന്നത്? ഉണ്ണിക്കണ്ണൻ വളരെ ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയെ ബന്ധിക്കാൻ ഒരു ചെറിയ കഷ്ണം കയറ് മതിയാവും. പക്ഷെ എത്ര കയറ് കൊണ്ടുവന്നിട്ടും അത് തികയാതെ വരികയാണ്. അപ്പോൾ യശോദാമ്മയ്ക്ക് ആകെ അങ്കലാപ്പായി, ഉത്കണ്ഠയായി. ഓടി നടന്ന് കയറ് കഷ്ണമൊക്കെ എടുത്തുകൊണ്ട് വന്ന് തളർച്ചയും ക്ഷീണവും വേർത്ത് കുളിക്കുകയൊക്കെ ചെയ്തു യശോദാമ്മ. അത് മാത്രമല്ല, അവിടെ നിൽക്കുന്ന സഖിമാരൊക്കെ ഈ കാഴ്ച കണ്ട് പരിഹസിച്ച് ചിരിക്കുന്നുമുണ്ട്. യശോദാമ്മ ഇങ്ങനെ കുറേ ഓടി നടന്ന് കയറ് കൊണ്ടുവരുന്നു, കെട്ടിയിടാൻ ശ്രമിക്കുന്നു.
പക്ഷെ കയറ് മതിയാവുന്നതേ ഇല്ല. കണ്ണനാണെങ്കിലും ഇങ്ങനെ കുറുമ്പ് കാണിച്ച് നിൽക്കുന്നുണ്ട്. കണ്ണനെ ബന്ധിക്കാൻ സാധിക്കുന്നതേ ഇല്ല. യശോദാമ്മ അങ്ങനെ തളർന്നു വിയർത്ത് ക്ഷീണിച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭഗവാന് യശോദാമ്മയോട് സഹതാപം തോന്നി, പാവം തോന്നി യശോദാമ്മയെ കണ്ടപ്പോൾ. അപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരെയും മുക്തനാക്കുന്ന ഭഗവാൻ തന്നെ ബന്ധിക്കുവാനായിട്ട് നിന്നുകൊടുത്തു. കെട്ടാൻ സമ്മതിച്ച്. അപ്പോൾ ആ കയറ് മതിയായി വന്നു, കെട്ടാൻ പാകത്തിനുള്ള കയറായി വന്നു. അങ്ങനെ കെട്ടാൻ സമ്മതിച്ച് നിന്നും കൊടുത്തു എന്നുള്ളതാണ് ഈ 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അല്ലെങ്കിലും ഭക്തന്മാരുടെ ദുഃഖം തീർക്കുന്നവനാണ് ഭഗവാൻ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന് തൻ്റെ അമ്മയായ യശോദാമ്മയുടെ ദുഃഖം കണ്ടു നിൽക്കാൻ സാധിക്കുമോ? യശോദാമ്മ കണ്ണൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ്, അല്ലേ? സ്വന്തം പെറ്റമ്മ അല്ലെങ്കിൽ കൂടി മാതൃസ്ഥാനത്ത് തന്നെയാണ്. കണ്ണനെ പാലൂട്ടുന്നവളാണ്, കണ്ണനെ അത്യധികം സ്നേഹിക്കുന്നവളാണ്. അപ്പോൾ അങ്ങനെയുള്ള യശോദാമ്മയുടെ ദുഃഖം ഭഗവാന് കണ്ടു നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബന്ധിക്കാൻ കണ്ണൻ സമ്മതിച്ചു എന്നുള്ളതാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഗോകുലത്തിലുള്ള കയറ് മുഴുവനും കൊണ്ടുവന്നിട്ടും യശോദാമ്മയ്ക്ക് കണ്ണനെ കെട്ടാൻ അത് മതിയാവാതെ വന്നു. 2 അങ്കുലം അപ്പോഴും കുറവായിട്ട് കാണപ്പെട്ടു. യശോദാമ്മ ഇങ്ങനെ ഓടി നടന്ന് തളർന്നു പോയിരുന്നു, വിയർത്ത് കുളിച്ച് ക്ഷീണിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അതുമാത്രമല്ല, അവിടെയുള്ള സഖിമാരൊക്കെ പരിഹസിച്ച് ചിരിക്കുന്നതും ഉണ്ടായിരുന്നു ഈ കാഴ്ച കണ്ടിട്ട്. അങ്ങനെയുള്ള യശോദാമ്മയെ കണ്ടപ്പോൾ കണ്ണന് പാവം തോന്നി. ഈ ലോകത്തെ തന്നെ മുക്തമാക്കുന്ന ഭഗവാൻ അങ്ങനെ സ്വയം ബന്ധനസ്ഥനാവാനായി നിന്നുകൊടുത്തു, സ്വയം ബന്ധിക്കാൻ സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ യശോദാമ്മയ്ക്ക് കീഴടങ്ങി കൊടുക്കുകയാണ് ഭഗവാൻ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. സ്ഥീയതാം ചിരമുലൂഖലേ കലേ ത്യാഗതാ ഭവനമേവ സായതാ പ്രാകുലൂഖലബിലാന്തരേ തഥാ സർപ്പിരർപ്പിതമദന്നവാസ്തിത. ഒന്നുകൂടി ചൊല്ലാം. സ്ഥീയതാം ചിരമുലൂഖലേ ഖലേ ത്യാഗതാ ഭവനമേവ സായതാ പ്രാഗുലൂഖലബിലാന്തരേ തഥാ സർപ്പിരർപ്പിതമദന്നവാസ്തിത. അപ്പോൾ 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ യശോദാമ്മ കണ്ണനെ ഉരലിലാണ് ബന്ധിക്കുന്നത്. അങ്ങനെ ഉരലിൽ കെട്ടിയിട്ടിട്ട് പറഞ്ഞു, വികൃതി, നീ ഇങ്ങനെ കുറുമ്പ് കാണിക്കല്ലേ, നീ കുറച്ച് സമയം ഇവിടെ കിടക്ക്, ഞാൻ ഇപ്പോഴൊന്നും നിന്നെ ഈ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കാൻ പോകുന്നില്ല, നീ ഇവിടെ തന്നെ കിടക്കുക എന്ന് പറഞ്ഞിട്ട് യശോദാമ്മ ഉള്ളിലേക്ക് നടന്നു പോയി. അപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു? കണ്ണനുണ്ടോ ഇത് വല്ല കൂസലും? കണ്ണൻ ആ ഉരലിൽ നേരത്തെ സൂക്ഷിച്ചിരുന്ന വെണ്ണ എടുത്ത് കഴിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. യശോദാമ്മ കണ്ണനെ ആ ഉരലിൽ അങ്ങനെ കെട്ടിയിട്ടു. ഭഗവാൻ കുറേ നേരം യശോദാമ്മയെ കളിപ്പിച്ചു. അതിനുശേഷമാണ് കെട്ടാൻ നിന്ന് കൊടുത്തത്. അങ്ങനെ കെട്ടാൻ നിന്നു കൊടുത്തു. അങ്ങനെ ഉരലിൽ കെട്ടിയിട്ട ശേഷം യശോദാമ്മ, വികൃതി, നീ ഇനി കുറച്ച് നേരം ഇവിടെ കിടക്ക്, ഇനി ഇപ്പോഴൊന്നും ഞാൻ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്തു? ആ ഉരലിൽ നേരത്തെ പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, ആ ഉരലിലിരുന്നിട്ട് അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന വെണ്ണ എടുത്ത് കഴിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം, ഈ ദശകത്തിലെ അവസാന ശ്ലോകം ചൊല്ലാം. യദ്യപാശസുഖമോ വിഭോ ഭവാൻ സംയതഃ സപാശയാനയാ ഏവമാദിതി വിജൈരഭിഷ്ടുതോ വാദനാദ പരിപാഹി മാം ഗദാത്. ഒന്നുകൂടി ചൊല്ലാം. യദ്യപാശസുഖമോ വിഭോ ഭവാൻ സംയതഃ സപാശയാനയാ ഏവമാതിഥി വിജൈരഭിഷ്ടുതോ വാദനാദ പരിപാഹി മാം ഗദാത്. 10ാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്, വിഭുവായിട്ടുള്ളവനെ, അല്ലയോ ഗുരുവായൂരപ്പ, അപാശന്മാർക്ക് മാത്രം പ്രാപ്യമായിട്ടുള്ളവനെ, അങ്ങ് എങ്ങനെയാണ് ഈ പാശത്തോടു കൂടി അവൾക്ക് പ്രാപ്യമായത് എന്നിങ്ങനെ ദേവഗണത്താൽ സ്തുതിക്കപ്പെട്ട അങ്ങ് എന്നെ എൻ്റെ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്നാണ് 10ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത്. അതായത് അപാശന്മാർക്ക് മാത്രം പ്രാപ്യമായതാണ് ഭഗവാൻ എന്ന് പറയുന്നു.
അതായത് ഒരു ബന്ധവുമില്ലാതെ, ഈ ലോകത്ത് ഒരു ബന്ധവുമില്ലാതെ, ലൗകിക ബന്ധങ്ങളൊന്നുമില്ലാത്ത സിദ്ധന്മാർക്കും യോഗികൾക്കുമാണ് ഭഗവാനെ പ്രാപ്യമായിട്ടുള്ളത്, അല്ലേ? നമ്മൾ ഒരു ബന്ധത്തിൽ നിന്നും ഒരു ബന്ധവും നമ്മളെ ബന്ധനത്തിലാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള അപാശന്മാരും പാപവിമുക്തന്മാരും നിസ്സംഗന്മാരുമായിട്ടുള്ള യോഗികൾക്കാണ് ഭഗവാനെ പ്രാപ്യമാവുന്നത്. അങ്ങനെ ഇരിക്കെ പാശത്തോട് കൂടിയവളായ ഈ യശോദാമ്മ ഒരു സാധാരണ സ്ത്രീയാണ്, അല്ലേ? എല്ലാ മനുഷ്യ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു സാധാരണ വികാരങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഭക്തിയെ അത്ര വലിയ തലത്തിൽ ഒന്നും കാണാൻ സാധിക്കാത്ത ഒരു സാധാരണ സ്ത്രീയാണ് യശോദാമ്മ. ആ യശോദാമ്മയ്ക്ക് എങ്ങനെയാണ് ഭഗവാനെ ബന്ധിക്കാൻ സാധിച്ചത് എന്നിങ്ങനെ ദേവഗണങ്ങളൊക്കെ ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ സ്തുതിക്കപ്പെട്ട അങ്ങ് എന്നെ എൻ്റെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകവും 47ാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ 10ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. അപാശന്മാർക്ക് മാത്രം, യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രം പ്രാപ്യമാവുന്ന ഭഗവാനെ അങ്ങയെ എങ്ങനെയാണ് ഈ പാശത്തോടു കൂടിയ യശോദാമ്മ ബന്ധിച്ചത് എന്ന് ആലോചിച്ച്, എങ്ങനെയാണ് യശോദാമ്മയ്ക്ക് അങ്ങ് പ്രാപ്യമായത്, അങ്ങനെയുള്ള ഭഗവാനെ ബന്ധിക്കാൻ എങ്ങനെയാണ് യശോദാമ്മയ്ക്ക് സാധിച്ചത് എന്നിങ്ങനെ ദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെട്ട ഭഗവാനെ അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്നാണ് 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് ചൊല്ലിയ 10 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. ഏകതാ ദധി വിമാദകാരിണീം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയന്നംഗമേത്യ പപിവാൻ പയോദരൗ അർദ്ധപീതകുചകുട്മളേ ത്വയി സ്നിഗ്ധഹാസമധുരാനനാംബുജേ ദുഗ്ധമീശദഹനേ പരിശ്രുതം ദർത്തുമാശു ജനനീ ജഗാമതേ സാമിപീതരസഭംഗസംഗതക്രോധഭാര പരിഭൂതചേതസാ മന്ദദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവ ദധിഭാജനം ത്വയാ ഉച്ഛലധ്വനിതമുച്ഛകൈസ്തതാ സന്നിശമ്യ ജനനീ സമാദൃതാ ത്വദ്യശോ വിസരവദ്ദദർശസാ സദ്യ ഏവ ദധി വിസ്തൃതം ക്ഷിതൗ വേദമാർഗപരിമാർഗിതം രുഷാ ത്വാമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സന്തദർശ സുകൃതീന്യലൂഖലേ ദീയമാനനവനീതമോദവേ ത്വാം പ്രഗൃഹ്യ ബദഭീതിഭാവനാഭാസുരാനന സരോജമാശു സാ രോഷരൂഷിതമുഖീ സഖീ പുരോ ബന്ധനായ രശനാമുപാദദേ ബന്ധുമിച്ഛതിയമേവ സജ്ജനസ്തം ഭവന്തമയി ബന്ധുമിച്ഛതി സാ നിയുജ്യ രശനാഗുണാൻ ബഹൂൻ ദ്യങ്കുലോനമഖിലം കിലൈക്ഷത വിസ്മിതോത്സ്മിതസഖീ ജനേക്ഷിതാം സ്വിന്നസന്നവപുഷം നിരീക്ഷ്യതാം നിത്യമുക്തവപുരപ്യഹോ ഹരേ ബന്ധമേവ കൃപയാന്വമന്യഥാ സ്ഥീയതാം ചിരമുലൂഖലേ ഖലേ ത്യാഗതാ ഭവനമേവ സായദാ പ്രാഗുലൂഖലബിലാന്തരേ തഥാ സർപ്പിരർപ്പിതമദന്നവാസ്ഥിതാ യദ്യപാശസുഖമോ വിഭോ ഭവാൻ സംയതഃ കിമു സപാശയാനയാ ഏവമാദിതി വിജൈരഭിഷ്ടുതോ
വാദനാഥ പരിപാഹി മാം ഗദാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 47ാമത്തെ ദശകത്തിൽ ശ്ലോകങ്ങളൊക്കെ വളരെ ചെറിയ ശ്ലോകങ്ങളാണ്. അതിൽ കാര്യമായിട്ട് വിവരിക്കാനുമില്ല. ചെറിയ ചെറിയ കഥയാണല്ലോ, അപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങളേ ഉള്ളൂ വിവരിക്കാൻ. അതുകൊണ്ടാണ് 47ാമത്തെ ദശകത്തിലെ മുഴുവൻ ശ്ലോകങ്ങളും ചൊല്ലി ഒന്നിച്ച് വീഡിയോ ഇട്ടത്. അതുപോലെ തന്നെ ഞാൻ മംഗള ശ്ലോകങ്ങൾ ചൊല്ലി അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഈ ത്രോട്ടിൻ്റെ പ്രശ്നം ഒന്ന് മാറട്ടെ, അപ്പോഴേ എനിക്ക് വൃത്തിയായിട്ട് ചൊല്ലി ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് മാറിയതിന് ശേഷം ഞാൻ ചൊല്ലി അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം തുടർന്നും എല്ലാവരും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം. വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് 48ാമത്തെ ദശകമായിട്ട് വരാം. അതുവരെ ഹരി ഓം.